സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റ് നടപടികൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി കാത്തു വിദ്യാഭ്യാസ വകുപ്പ് ഏകജാലകം വഴി വൈകിട്ടോടെ നടപടികൾ ആരംഭിച്ചേക്കും. അലോട്ട്മെന്റ് നടപടിക്കുള്ള സമയക്രമം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, എന്താണ് ഇതിലിപ്പോൾ ഒരു താമസം വൈകുന്നത്? എന്തുകൊണ്ടാണ്? അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണല്ലോ. ഷാമിലി, SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ച സമയത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞിരുന്നത് ഇന്ന് +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുമെന്നാണ്. പക്ഷേ അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഏകജാലക സംവിധാനം തുറന്നിട്ടില്ല, അല്ലെങ്കിൽ ആ പോർട്ടൽ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. നിലവിൽ മന്ത്രിസഭയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അംഗീകാരം നൽകണമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. ഈ അലോട്ട്മെന്റ് നടപടികൾ, അതിനോടൊപ്പം തന്നെ ഈ പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നായിരിക്കും, അലോട്ട്മെന്റ് സമയക്രമം എന്നടക്കമുള്ള കാര്യങ്ങളിലുള്ള വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മന്ത്രിസഭാ അംഗീകാരത്തിനായി നൽകിയിരിക്കുകയാണ്. ഈ മന്ത്രിസഭാ യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ സ്വീകരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ മന്ത്രിസഭാ അംഗീകാരം ലഭിച്ചതിന് ശേഷമായിരിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏകജാലക പോർട്ടൽ തുടങ്ങുക, അല്ലെങ്കിൽ അവ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അതിനു മുൻപോ മാത്രമായിരിക്കും +1 പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിക്കുക. ഈ ഏകജാലക സംവിധാനം അല്ലെങ്കിൽ ഈ പോർട്ടൽ തുറന്നതിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ പ്രവേശന നടപടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. എന്തായാലും മന്ത്രിസഭ അംഗീകാരം ലഭിക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഷാമിലി. ഹാൻസ് ജോൺ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.